നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആണവ കരാറിനായി നേരിട്ട് നിർണായക ചർച്ചകൾക്ക് തയ്യാറെടുത്ത യുഎസും ഇറാനും. ചർച്ച ശനിയാഴ്ച നടക്കുമെന്ന് സൂചന നൽകി ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യ-യുഎസ് ഉഭയകക്ഷി വ്യാപാര കരാർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ചർച്ച ചെയ്യാൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും കൂടിക്കാഴ്ച നടത്തി. യുഎസിന് 34% മർ താരിഫ് ഏർപ്പെടുത്തിയ ചൈനയ്ക്ക് മറുപടിയായി 50% അധിക താരിഫ് ഏർപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തി ഡൊണാൾഡ് ട്രംപ്. യുഎസ് തീരുവകൾക്കെതിരെ അവസാനം വരെ പോരാടുമെന്ന് ചൈനീസ് വാണിജ്യ മന്ത്രാലയം. ആഗോള മാർക്കറ്റിൽ ട്രംപ് ഭീഷണിയെ മറികടന്ന് സ്വർണ്ണവില ഉയരുന്നു. താരിഫ് സംബന്ധിച്ച് യുഎസിലെത്തിയ ട്രംപുമായി ചർച്ച നടത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ട്രംപിന്റെ താരിഫുകൾ ബ്രിട്ടീഷ് വ്യവസായത്തെ തളർത്താൻ വിധിക്കാൻ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി വിപുലമായ നടപടികൾ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫിൽപ്പെട്ട് കോവിഡ് കാലത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞ് ഓസ്ട്രേലിയൻ ഡോളർ. കെപിസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് ആന്റണിയെ പരിഗണിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ്. വാർത്തകൾ വിശദമായി. ചൊവ്വാഴ്ചയോടെ ചൈന അമേരിക്കയ്ക്ക് മേലുള്ള പ്രതികാര താരിഫ് പിൻവലിച്ചില്ലെങ്കിൽ ബുധനാഴ്ച ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 50% അധിക താരിഫ് ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ഡൊണാൾഡ് ട്രംപ്. യുഎസ് താരിഫിന് ബദലായി യുഎസ് ഇറക്കുമതിക്ക് 34% മർ താരിഫ് ഏർപ്പെടുത്തുമെന്ന് ബീജിംഗ് പ്രഖ്യാപിച്ചതിനു ശേഷം ട്രംപ് കൂടുതൽ നികുതി ചുമത്താൻ ഒരുങ്ങുന്നു. ലോകരാജ്യങ്ങൾക്കുള്ള തന്റെ താരിഫ് നടപ്പാക്കലിൽ 90 ദിവസത്തെ താൽക്കാലിക വിരാമം പരിഗണിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ ട്രംപ് നിഷേധിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു താരിഫ് സംബന്ധിച്ച് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. മൂന്നാം ദിവസവും ഓഹരി വിപണികൾ ഇടിഞ്ഞതോടെ യുഗം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി യുകെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. കഴിഞ്ഞ ബുധനാഴ്ച യുഎസിന്റെ വ്യാപാര പങ്കാളികൾക്ക് തീരുവ ചുമത്തി ട്രംപ് തന്റെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചതിനു ശേഷം ലോകമെമ്പാടുമുള്ള വിപണി തകർച്ച മൂന്നാം ദിവസത്തിലാണ് ഈ ഭീഷണി. ചൈനീസ് ഇറക്കുമതികൾക്ക് 34% താരിഫ് ഏർപ്പെടുത്തുമെന്ന് വൈറ്റ് ഹൌസ് പ്രഖ്യാപിച്ചതിന് പ്രതികരണവുമായി യുഎസ് ഇറക്കുമതിക്ക് ചൈന 34% താരിഫ് പ്രഖ്യാപിച്ചു. ട്രംപ് മരുന്നുകൾക്ക് വീണ്ടും താരിഫ് ഏർപ്പെടുത്തുമെന്ന് നിർബന്ധം പിടിക്കുന്നതിനാൽ ആഗോള ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യ-യുഎസ് ഉഭയകക്ഷി വ്യാപാര കരാർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ചർച്ച ചെയ്യാൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്കുമേൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ തീരുവകൾ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ചർച്ച നടന്നത്. പുതിയ തീരുവകൾ പ്രകാരം യുഎസിലേക്കുള്ള എല്ലാ ഇന്ത്യൻ ഇറക്കുമതികളും 26% നികുതി ചുമത്തും. ഇന്ത്യ അനുകൂലമായ ഫലം പ്രതീക്ഷിക്കുന്നതായി ചർച്ചയ്ക്ക് ശേഷം എസ് ജയശങ്കർ പറഞ്ഞു. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 50% പുതിയ നികുതി ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് യുഎസ് തീരുവകൾക്കെതിരെ അവസാനം വരെ പോരാടുമെന്ന് ചൈനീസ് വാണിജ്യ മന്ത്രാലയം പ്രതിജ്ഞയെടുത്തു. ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയും ഏറ്റവും വലിയ വ്യാപാര യുദ്ധ പ്രഖ്യാപനവുമാണ് യുഎസിനെതിരെ നടത്തിയിരിക്കുന്നത്. ചൈനയ്ക്കെതിരായ തീരുവ വർദ്ധിപ്പിക്കുമെന്ന യുഎസ് ഭീഷണി ഒരു തെറ്റിന് മുകളിലുള്ള തെറ്റാണ്. ഇത് വീണ്ടും യുഎസിന്റെ ബ്ലാക്ക് മെയിലിംഗ് സ്വഭാവത്തെ തുറന്നു കാട്ടാനും ഇത് ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് ചൊവ്വാഴ്ച ചൈനീസ് വാണിജ്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു. യുഎസ് സ്വന്തം വഴിക്ക് പോകാൻ അന്തിമ തീരുമാനമെടുത്താൽ ചൈന അവസാനം വരെ അതിനെതിരെ പോരാടുമെന്നും യുഎസ് താരിഫ് നടപടികൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ സ്വന്തം അവകാശങ്ങളെയും താൽപര്യങ്ങളെയും സംരക്ഷിക്കുന്നതിന് ചൈന ദൃഢനിശ്ചയത്തോടെ പ്രതികാര നടപടികൾ സ്വീകരിക്കുമെന്നും ചൈന നിലപാടെടുത്തിട്ടുണ്ട്. ആഗോള മാർക്കറ്റിൽ ട്രംപ് ഭീഷണിയെ മറികടന്ന് സ്വർണ്ണവില ഉയരുന്നു. ആഗോള വ്യാപാര യുദ്ധത്തെക്കുറിച്ചുള്ള ആശങ്കകൾ നിക്ഷേപകരിൽ സുരക്ഷിത നിക്ഷേപങ്ങൾക്കായുള്ള താൽപര്യം വർദ്ധിപ്പിച്ചതിനാൽ കഴിഞ്ഞ 4 ആഴ്ചത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ നിന്ന് ചൊവ്വാഴ്ച സ്വർണ്ണവില വീണ്ടും ഉയർന്നു. സ്പോട്ട് ഗോൾഡ് ഔൺസിന് 0.5% ഉയർന്ന് $2,996.6 എത്തി. മാർച്ച് 13 തിങ്കളാഴ്ച ബുള്ളിയൻ അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. യുഎസ് സ്വർണ്ണ ഫ്യൂച്ചറുകൾ 1.3% ഉയർന്ന് $310 ഉയർന്ന താരിഫിനുമേൽ യുഎസിനുണ്ടായ ഓഹരി വിപണി തകർച്ചയെ പറ്റി യുഎസിന് പറയാനുള്ളത് കാത്തിരിക്കുകയാണെന്ന് ലോക വ്യാപാര മേഖല. ബുധനാഴ്ച പുറത്തിറങ്ങാനിരിക്കുന്ന യുഎസ് ഫെഡറൽ റിസർവിന്റെ ഏറ്റവും പുതിയ നയ അവലോകന യോഗത്തിന്റെ മിനിറ്റ്സ് വിപണികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കും. വർദ്ധിച്ചു വരുന്ന ആഗോള വ്യാപാര യുദ്ധത്തിന്റെയും മാന്ദ്യഭീതിയുടെയും പശ്ചാത്തലത്തിൽ യുഎസ് പലിശ നിരക്കിനെ കുറിച്ചുള്ള സൂചന അടക്കം ഞായറാഴ്ച പുറത്തിറങ്ങുന്ന യുഎസ് ഉപഭോക്തൃ വില സൂചിക ഡാറ്റയ്ക്കും വെള്ളിയാഴ്ച പുറത്തുവരുന്ന ഉൽപാദക വില സൂചികയ്ക്കും വേണ്ടി വിപണി കാത്തിരിക്കുകയാണ്. റഷ്യയിലെ ബെൽഗോറോഡ് മേഖലയിൽ ഉക്രൈനിയൻ സൈന്യം എത്തിച്ചേർന്നതായി വ്ളാഡിമിർ സെലൻസ്കി വെളിപ്പെടുത്തി. റഷ്യയുടെ കൂസ്ക് മേഖലയ്ക്ക് സമീപമുള്ള ബെൽഗോറോഡ് പതിവായി ഉക്രൈനിയൻ വ്യോമാക്രമണങ്ങളുടെ ലക്ഷ്യമാണ്. ജനറൽ ഒലേക്കെ സാന്റർസിസ്കി കൂസ്ക് മേഖലയിലെയും ബെൽഗോറോഡ് മേഖലയിലെയും ഉക്രൈനിയൻ സൈന്യത്തിന്റെ സാന്നിധ്യവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് സെലൻസ്കി തന്റെ ദൈനംദിന പ്രസംഗത്തിൽ പറഞ്ഞു. യുദ്ധം അത് എവിടെ നിന്ന് വന്നുവോ അവിടെ തന്നെ തിരിച്ചെത്തണമെന്നും സെലൻസ്കി പറഞ്ഞു. പൂർണ്ണതോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിനു ശേഷം ഇതാദ്യമായാണ് ഏകദേശം 1.5 ദശലക്ഷം ജനസംഖ്യയുള്ള അതിർത്തി പ്രദേശമായ ബെൽഗോറോഡിൽ ഉക്രൈനിയൻ സാന്നിധ്യമുണ്ടെന്ന് സെലൻസ്കി വ്യക്തമായി പരാമർശിക്കുന്നത്. യുഎസ് പ്രസിഡന്റ് അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം ആദ്യം വൈറ്റ് ഹൌസിലെത്തി ചർച്ച നടത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തിങ്കളാഴ്ച രണ്ടാം തവണ ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയത് ഗാസയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് യുഎസ് താരിഫാണ് വിഷയം. കഴിഞ്ഞ ആഴ്ച ട്രംപ് വൻതോതിലുള്ള താരിഫ് പ്രഖ്യാപിച്ചതിനു ശേഷം വിഷയം ചർച്ച ചെയ്യാനെത്തുന്ന ഒരു വിദേശ നേതാവും നെതന്യാഹു ആണ്.
ഓവൽ ഓഫീസിൽ ട്രംപിനൊപ്പം സംസാരിച്ച നെതന്യാഹു യുഎസുമായുള്ള വ്യാപാര കമ്മി ഇസ്രായേൽ ഇല്ലാതാക്കുമെന്നും തങ്ങൾ അത് വളരെ വേഗത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെന്നും തങ്ങൾ ഇക്കാര്യത്തിൽ മാതൃകയാകുമെന്നും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇരുവരും ഒരു മികച്ച ചർച്ച നടത്തിയെന്ന് ട്രംപ് പറഞ്ഞു. പക്ഷേ ഇസ്രായേൽ ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറയ്ക്കുമോ എന്ന് ട്രംപ് സൂചിപ്പിച്ചിട്ടില്ല. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകൾ ബ്രിട്ടീഷ് വ്യവസായത്തെ തളർത്താതിരിക്കാൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി വിപുലമായ നടപടികൾ പ്രഖ്യാപിച്ചു. UK കയറ്റുമതിക്ക് 10%, കാറുകൾക്ക് 25%മായി നിശ്ചയിച്ചിരിക്കുന്ന US താരിഫ് നമ്മുടെ ഭാവിക്ക് വലിയ വെല്ലുവിളിയാണെന്നും ആഗോള സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ആഴത്തിലുള്ളതായിരിക്കുമെന്നും ബർമിംഗ്ഹാമിനടുത്തുള്ള ജാഗ്വർ ലാൻഡ് റോവർ ഫാക്ടറിയിൽ സംസാരിക്കവേ സ്റ്റാമർ പറഞ്ഞു. ആസ്റ്റൺ മാർട്ടിൻ പോലുള്ള ആഡംബര കാർ ബ്രാൻഡുകൾക്ക് 2030 ശേഷവും പെട്രോൾ കാറുകൾ നിർമ്മിക്കുന്നത് തുടരാനും 2035 വരെ പുതിയ ഹൈബ്രിഡുകൾ അധികമായി 5 വർഷത്തേക്ക് വിൽക്കാനും അനുവദിക്കുന്നതുൾപ്പെടെ UKയുടെ ഇലക്ട്രിക് കാർ ലക്ഷ്യങ്ങളിൽ ഇളവ് വരുത്തുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തെ സഹായിക്കുന്നതിനായി ശരാശരി ക്ലിനിക്കൽ ട്രയൽ 280 ദിവസത്തിനുള്ളിൽ എന്നതിന് പകരം 550 ദിവസത്തിനുള്ളിൽ സജ്ജമാക്കാൻ അനുവദിക്കുമെന്ന് സ്റ്റാമർ പറഞ്ഞു. കേംബ്രിഡ്ജിലെ ഒരു ആരോഗ്യ ഡേറ്റ ഗവേഷണ സേവനത്തിൽ 600 ബില്യൺ പൗണ്ട് നിക്ഷേപവും അദ്ദേഹം പ്രഖ്യാപിച്ചു. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് US പ്രസിഡന്റ് മൊത്തത്തിലുള്ള ഇറക്കുമതി നികുതി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് 3-ാം ദിവസവും ഓഹരി വിപണികൾ ഇടിഞ്ഞതോടെ പ്രധാനമന്ത്രി അരക്ഷിതാവസ്ഥ യുഗം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പദ്ധതിയിൽപ്പെട്ട് വിപണികൾ തകരുകയാണെന്ന്. കോവിഡ് കാലഘട്ടത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഓസ്ട്രേലിയൻ ഡോളർ ഇടിഞ്ഞു. ഇതേ തുടർന്ന് ഓസ്ട്രേലിയൻ ഉപഭോക്താക്കളും യാത്രക്കാരും ഉയർന്ന വിലപ്പെരുപ്പം നേരിടേണ്ടി വരും. ആഗോള മാന്ദ്യത്തെക്കുറിച്ചുള്ള ഭയം അധികരിച്ചതോടെ തിങ്കളാഴ്ച രാജ്യത്തെ പ്രധാന വ്യാപാര പങ്കാളികൾക്കെതിരെ ഓസ്ട്രേലിയൻ ഡോളറിന്റെ മൂല്യം കുത്തനെ ഇടിയുകയും 2020 ശേഷം യൂറോ, പൗണ്ട്, US ഡോളർ എന്നിവയ്ക്കെതിരായ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു. തിങ്കളാഴ്ച ഒരു ഓസ്ട്രേലിയൻ ഡോളറിന്റെ മൂല്യം 0.61 US ഡോളർ എന്ന ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് താഴ്ന്നു. 2020 ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയാണിത്. ആണവ കരാറിനായി USഉം ഇറാനും നേരിട്ട് നിർണായക ചർച്ചകൾ നടത്തും. ചർച്ച ശനിയാഴ്ച നടക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകി. ചർച്ചകൾ പരോക്ഷമായിരിക്കുമെന്നും എന്നാൽ ഒരു അവസരവും ആകാമെന്നും പറഞ്ഞു. ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാക്ചിയും കൂടിക്കാഴ്ച സ്ഥിരീകരിച്ചു. കഴിഞ്ഞ മാസം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും US-ന്റെ നേരിട്ടുള്ള ചർച്ചകൾക്കുള്ള വാഗ്ദാനം പരസ്യമായി നിരസിച്ചതിനെ തുടർന്ന് ഇറാനെതിരെ സൈനിക നടപടിയുടെ ഭീഷണി ട്രംപ് ഉയർത്തിയിരുന്നു. ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കുന്ന തടയുന്നതിനായി അവരെ ആക്രമിക്കാനുള്ള സാധ്യത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നെതന്യാഹുവുമായുള്ള ചർച്ചകൾക്ക് ശേഷം ഓവൽ ഓഫീസിൽ സംസാരിച്ച ട്രംപ് പറഞ്ഞത്. ശനിയാഴ്ച ഇറാനുമായി തങ്ങൾക്ക് വളരെ വലിയൊരു കൂടിക്കാഴ്ചയുണ്ടെന്നാണ്. ഞങ്ങൾ അവരുമായി നേരിട്ട് ഇടപെടുകയാണ്. ഒരുപക്ഷെ ഒരു കരാർ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ മികച്ചതായിരിക്കും. ഇറാൻ ഒരു ആണവായുധം കൈവശം വയ്ക്കാൻ കഴിയില്ല. ചർച്ചകൾ വിജയിച്ചില്ലെങ്കിൽ ഇറാൻ അത് വളരെ മോശം ദിവസമാകുമെന്നും ഞാൻ കരുതുന്നു എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തിലുണ്ടായ ഇടിവല്ലെങ്കിലും US-ൽ തേനീച്ചകളുടെ എണ്ണത്തിൽ അഭൂതപൂർവമായ ഇടിവ് നേരിടുന്നതായി റിപ്പോർട്ട്. ഈ പ്രതിഭാസം രാജ്യത്ത് വിളവ് കുറയ്ക്കുന്നതിനും പലചരക്ക് വില ഉയരുന്നതിനും ഇടയാക്കുമെന്ന് ആശങ്ക ഉയർത്തുന്നു. പ്രോജക്ട് ആപ്പിസം നടത്തിയ ഒരു സർവേയിൽ 2024 ജൂണിനും 2025 ഫെബ്രുവരിക്കും ഇടയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്ന തേനീച്ചകൾ 62% വരെ കുറവ് വന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പഴങ്ങൾ, പച്ചക്കറികൾ, പരിപ്പ് എന്നിവയുൾപ്പെടെ US വിള ഉൽപാദനത്തിന് തേനീച്ചകൾ ഏകദേശം $20 ബില്യൺ പ്രതിവർഷം സംഭാവന ചെയ്തുവെന്നാണ് ഏകദേശ കണക്ക്. മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ 50-ാം വാർഷികാഘോഷത്തിൽ പ്രതിഷേധ സ്വരമുയർത്തിയ 2 ജീവനക്കാരെ മൈക്രോസോഫ്റ്റ് പുറത്താക്കി. ഇസ്രായേലി അധിനിവേശ സൈന്യത്തിന് മൈക്രോസോഫ്റ്റ് AI സാങ്കേതിക വിദ്യ നൽകുന്നതിനെതിരായിരുന്നു പ്രതിഷേധം. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇബ്തിഹാൽ അബ്സുസാദ്, വനിയ അഗർവാൾ എന്നിവരെയാണ് പുറത്താക്കിയത്. വെള്ളിയാഴ്ച മൈക്രോസോഫ്റ്റ് AI CEO മുസ്തഫ സുലൈമാന്റെ പ്രസംഗം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇബ്തിഹാൽ അബുസാദ് തടസ്സപ്പെടുത്തിയിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ കമ്പനിയുടെ ഭാവി സംബന്ധിച്ച് സംസാരിക്കുന്നതിനിടെയാണ് അബുസാദ് പ്രതിഷേധവുമായി വേദിയിൽ കയറിയത്. AI നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് താങ്കൾ അവകാശപ്പെടുന്നത്. എന്നാൽ മൈക്രോസോഫ്റ്റ് ഇസ്രായേലിനെ AI ആയുധങ്ങൾ വിൽക്കുകയാണ്. 50,000 പേർ കൊല്ലപ്പെട്ട വംശഹത്യയ്ക്കാണ് മൈക്രോസോഫ്റ്റ് പിന്തുണ നൽകിയിരുന്നത് എന്ന് ബുസൈദ് സലാമാനോട് പറഞ്ഞു. അബുസാദിന്റെ പ്രതിഷേധത്തിന് നന്ദി അറിയിച്ച സുലൈമാൻ അവരുടെ ആശങ്ക പരിഗണിക്കപ്പെടുമെന്ന് അറിയിച്ചു. തുടർന്ന് കഫിയെടുത്ത് വീശിയ അബുസാദിനെ വേദിയിൽ നിന്ന് നീക്കം ചെയ്തു. ആഘോഷം തുടരുന്നതിനിടെയാണ് മറ്റൊരു മൈക്രോസോഫ്റ്റ് ജീവനക്കാരിയായ വനിയ അഗർവാൾ പ്രതിഷേധവുമായി എത്തിയത്. ഇരുവരെയും മൈക്രോസോഫ്റ്റ് പിന്നീട് പുറത്താക്കിയതായി മൈക്രോസോഫ്റ്റിന്റെ ഇസ്രായേൽ ബന്ധപ്പെട്ടതിനെതിരെ പ്രവർത്തിക്കുന്ന സംഘടനയായ നോ അസ്യൂർ ഫോർ അപ്പാർത്തൈഡ് അറിയിച്ചു. ഈയിടെ ഗസയിലും ലെബനോനിലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ബോംബ് ഇടേണ്ട സ്ഥലങ്ങൾ കൃത്യമായി നിർണ്ണയിക്കുന്നതിന് മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ച AI ഓപ്പൺ AIയുടെയും ഉപയോഗിച്ചതായാണ് അസോസിയേറ്റഡ് പ്രസ് തെളിവുകൾ പുറത്തുവിട്ടിരുന്നു. UK ആരോഗ്യമന്ത്രി വൈസ് ട്രീറ്റിംഗും NHSന്റെ പുതിയ മേധാവിയും ഉത്തരവിട്ട വൻ പുനഃസംഘടനയുടെ ചെലവ് ചുരുക്കലിന്റെ ഫലമായി ഇംഗ്ലണ്ടിലെ ആശുപത്രികൾ 1 ലക്ഷത്തിലധികം ജോലികൾ വെട്ടിക്കുറച്ചേക്കാം. 1.37 ദശലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന 215 ട്രസ്റ്റുകളിലായി 41,100 മുതൽ 1,50,700 വരെ തൊഴിൽ നഷ്ടങ്ങൾക്ക് ഇത് കാരണമാകും. NHS ഇംഗ്ലണ്ടിലെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് സർ ജിം
മാക്കി ഇംഗ്ലണ്ടിലുടനീളമുള്ള ആരോഗ്യ സംരക്ഷണം നൽകുന്ന 215 ട്രസ്റ്റുകളോട് HR, ധനകാര്യം, ആശയവിനിമയം തുടങ്ങിയ കോർപ്പറേറ്റ് പ്രവർത്തനങ്ങളുടെ ചെലവ് വർഷാവസാനത്തോടെ 50% കുറയ്ക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഈ വർഷത്തെ ഹജ്ജ് സീസൺ അടുത്തതോടെ ഉംറ വിസയിൽ സൗദി അറേബ്യയിലേക്ക് പ്രവേശിക്കാവുന്ന അവസാന തീയതി ഹജ്ജ് ഉംറ മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഉംറ വിസയിലെത്തുന്ന വിദേശ തീർത്ഥാടകർക്ക് സൗദി അറേബ്യയിൽ പ്രവേശിക്കാവുന്ന അവസാന തീയതി ഏപ്രിൽ 13 ശവ്വാൽ 15 ആണെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. വരാനിരിക്കുന്ന ഹജ്ജ് സീസണിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി ഏപ്രിൽ 29 ദുൽഖഅദ 1 മുമ്പായി ഉംറ വിസയിലെത്തിയവർക്ക് രാജ്യം വിടണമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഈ സമയപരിധിക്ക് ശേഷം തുടരുന്നത് നിയമലംഘനമായി കണക്കാക്കുകയും നിയമപരമായ പിഴകൾ ചുമത്തുമെന്നും മന്ത്രാലയം പറഞ്ഞു. ഉംറ വിസയിൽ സൗദിയിലെത്തി മതിയായ അനുമതിയില്ലാതെയും നിയമവിരുദ്ധമായും ഹജ്ജ് നിർവഹിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തീരുമാനം നടപ്പാക്കുന്നത്. UK-യിൽ 2025 മാർച്ച് മാസത്തെ കണക്ക് പ്രകാരം വീടുകളിൽ വിലയിൽ 0.5% പ്രതിമാസ ഇടിവ് രേഖപ്പെടുത്തി. തുടർച്ചയായ രണ്ടാമത്തെ പ്രതിമാസ ഇടിവാണിതെന്ന് ഹാലിഫോക്സ് റിപ്പോർട്ട് ചെയ്തു. 0.1% വർധനവ് പ്രതീക്ഷിച്ച സ്ഥാനത്താണ് പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി ഇടിവ് രേഖപ്പെടുത്തിയത്. അതേസമയം 2025 ആദ്യത്തെ പാദത്തിൽ അയർലൻഡിലെ വീടുകളുടെ വില ശരാശരി 3.7% വർദ്ധിച്ചതായി റിപ്പോർട്ടുണ്ട്. സ്റ്റാമ്പ് ഡ്യൂട്ടി മാറ്റങ്ങളും സാമ്പത്തിക സമ്മർദ്ദവുമാണ് വിപണിയുടെ ചാഞ്ചാട്ടത്തിന് കാരണമെന്ന് പ്രതീക്ഷിക്കുന്നു. വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പ ആശങ്കകളും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തീരുമാനങ്ങളും ഭാവി നിരക്ക് പ്രവണതകളെ സ്വാധീനിച്ചേക്കാം. സ്വിറ്റ്സർലൻഡിലെ തടാകങ്ങളിൽ അസാധാരണമായി ജലനിരപ്പ് താഴുന്നു. രാജ്യം നീങ്ങുന്നത് കടുത്ത വരൾച്ചയിലേക്കെന്ന ആശങ്ക. സ്വിറ്റ്സർലൻഡിലും തെക്കൻ ജർമ്മനിയിലും അനുഭവപ്പെട്ട വരൾച്ചയെ തുടർന്ന് കോൺസ്റ്റൻസ് തടാകത്തിലെ ജലനിരപ്പ് പതിറ്റാണ്ടുകളിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. ബവേറിയയിലെ ഹോയ് ദ്വീപിൽ ഇപ്പോൾ ബോട്ടില്ലാതെ തന്നെ കാൽനടയായി എത്തിച്ചേരാവുന്ന അവസ്ഥയാണ്. ജലനിരപ്പ് കുറഞ്ഞത് തുറമുഖങ്ങളിലെ പ്രവേശനക്ഷമതയും ബാധിച്ചു. ആനൻബാഗ് തുറമുഖം പൂർണ്ണമായും വരണ്ടുണങ്ങി. കോൺസ്റ്റൻസ് തടാകത്തിൽ പടിഞ്ഞാറൻ അണ്ടർസീ ഭാഗത്ത് 1972 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന ജലനിരപ്പാണുള്ളത്. ഒബേഴ്സി ഭാഗത്ത് സീസണിലെ ശരാശരിയേക്കാൾ 40 സെന്റിമീറ്റർ താഴെയാണ് നിലവിലെ ജലനിരപ്പ്. 1996 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയാണിത്. പല മറീനകളും ആഴം കുറഞ്ഞതോടെ ആഴമേറിയ പ്രദേശങ്ങളിലേക്കാണ് മാറ്റുന്നത്. സമയനിഷ്ഠതയുടെ കാര്യത്തിൽ സ്വിറ്റ്സർലൻഡിലെ ട്രെയിനുകൾ മാതൃകയാണെന്ന് പറയുമ്പോഴും രാത്രിയാത്ര ദുസ്സഹമെന്ന് അനുഭവസ്ഥർ. ട്രെയിൻ വൈകുന്നതിന്റെ പഴി അയൽ രാജ്യങ്ങൾക്ക് നൽകി ട്രെയിൻ ആരാധകരും. 2025 മാർച്ചിൽ അസാധാരണമായി വരണ്ട കാലാവസ്ഥയാണ് രാജ്യത്ത് അനുഭവപ്പെടുന്നത്. ആപ്സിലെ മഞ്ഞുവീഴ്ച ശരാശരിയേക്കാൾ 80% താഴെയായിരുന്നു. ഈ തടാകത്തിന്റെ ജലനിരപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട്. കാര്യമായ മഴയോ അസാധാരണമായ കാലാവസ്ഥയോ ഇല്ലെങ്കിൽ വേനൽക്കാലം അടുക്കുമ്പോൾ ജലനിരപ്പ് കൂടുതൽ കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. 29ാമത് ദുബായ് വേൾഡ് കപ്പിന്റെ സമാപന ചടങ്ങിനോടനുബന്ധിച്ച് നടത്തിയ ലേസർ ഡ്രോൺ ഷോയ്ക്ക് ഗിന്നസ് ലോക്ക് റെക്കോർഡ്. മെയ്ദാൻ റെസ്കോഴ്സിൽ നടന്ന സമാപന ചടങ്ങിൽ 5983 ഡ്രോണുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഏറ്റവും വലിയ ഫ്ലൈയിങ് LED സ്ക്രീനാണ് റെക്കോർഡ് നേടിക്കൊടുത്തത്. 60,000-ലേറെ പേരെ സാക്ഷിയാക്കിയ ഏകദേശം 20 മിനിറ്റ് നീണ്ട അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യാ പ്രദർശനം, പ്രത്യേക ലെസറുകൾ എന്നിവയെല്ലാം സമാപന ചടങ്ങിന് മാറ്റുകൂട്ടി. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിൽ ആരംഭിക്കുന്ന ദേശീയ എയർലൈൻ കമ്പനിയായ റിയാദ് എയറിന് എയർ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് ലഭിച്ചു. പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിനായി സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ് സർട്ടിഫിക്കറ്റ് അനുവദിച്ചത്. സിവിൽ ഏവിയേഷൻ നിയമത്തിന് അനുസൃതമായി എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് നടപടി. ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗീദ വെൻസാർ അബുദാബിയിലെത്തി. UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നിഹാനുമായി കൂടിക്കാഴ്ച നടത്തി. ബന്ദികളെ വിട്ടുനൽകി ഗസയിൽ വെടിനിർത്തൽ കരാർ പുനഃസ്ഥാപിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചായിരുന്നു പ്രധാന ചർച്ചയെന്ന് UAE വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഒരിടവേള. തിരികെ വാർത്തകളിലേക്ക്. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. ഇന്ത്യൻ വ്യോമസേനയുടെ MA-17 V5 ഹെലികോപ്റ്ററുകളിൽ അത്യാധുനിക ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകൾ, എയർക്രാഫ്റ്റ് മോഡിഫിക്കേഷൻ കിറ്റുകൾ വാങ്ങാൻ 2385.36 കോടി രൂപയുടെ കരാറിൽ ഒപ്പുവെച്ച് പ്രതിരോധ മന്ത്രാലയം. പൊതുമേഖലാ പ്രതിരോധ നിർമ്മാതാക്കളായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായാണ് കരാർ അന്തിമമാക്കിയത്. കഴിഞ്ഞ ദിവസം ന്യൂഡൽഹി പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലായിരുന്നു കരാർ ഒപ്പുവെച്ചത്. പാചകവാതക വില വർധനവിനെതിരെ സംയുക്ത പ്രതിഷേധം ആലോചിക്കാൻ പ്രതിപക്ഷം. പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞതിന് പിന്നാലെ വില കൂട്ടിയെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചിരുന്നു. 15 ദിവസം കഴിഞ്ഞ് വീണ്ടും വില ഉയരാൻ സാധ്യതയുണ്ട്. പെട്രോൾ, ഡീസൽ നികുതി ചില സംസ്ഥാനങ്ങൾ ഉയർത്തിയേക്കും. ഗാർഹിക ആവശ്യത്തിനായുള്ള LPG സിലിണ്ടർ വില ഒരിടവേളയ്ക്ക് ശേഷമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 14 കിലോ സിലിണ്ടറിന് 50 രൂപയാണ് ഉയർത്തിയത്. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതിയിൽ സിലിണ്ടറിന് 500 രൂപയിൽ നിന്ന് 580 രൂപയായി വില ഉയർന്നു. പദ്ധതിക്ക് പുറത്തുള്ള ഉപഭോക്താക്കൾക്ക് സിലിണ്ടറിന്റെ വില 803 രൂപയിൽ നിന്ന് 853 രൂപയായി ഉയർന്നു. തുടർന്നാണ് പ്രതിഷേധത്തിന് ആലോചിക്കുന്നത്. ഇനി കേരള ഹൈലൈറ്റ്സ്. CPI പാർട്ടി സമ്മേളനങ്ങളിൽ മത്സരത്തിന് വിലക്ക്. ഔദ്യോഗിക പാലനെതിരെ മത്സരം പാടില്ലെന്നാണ് നിർദ്ദേശം. മത്സര നീക്കമുണ്ടായാൽ സമ്മേളനം സസ്പെൻഡ് ചെയ്യുമെന്നും അറിയിപ്പ്. സംസ്ഥാന നേതൃത്വത്തിനെതിരെ കടുത്ത അമർഷം നിലനിൽക്കെയാണ് തീരുമാനം. ഗോകുലം ഗോപാലിനെ വിടാതെ ED. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED വീണ്ടും നോട്ടീസ് അയച്ചു. ഈ മാസം 22-ന് ചോദ്യം ചെയ്യലിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം.
നേരിട്ടെത്തുകയോ പ്രതിനിധിയെ അയക്കുകയോ ചെയ്യാമെന്ന് ഇ ഡി പറഞ്ഞു. ഇന്നലെ കൊച്ചി ഓഫീസിൽ ഗോകുലം ഗോപാലിനെ 6 മണിക്കൂറോളം ഇ ഡി ചോദ്യം ചെയ്തിരുന്നു. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആന്റണിയെ പരിഗണിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ്. മഹാരാഷ്ട്ര, ബീഹാർ സംസ്ഥാനങ്ങളിലെ സംസ്ഥാന അധ്യക്ഷന്മാരെ അടുത്തിടെ മാറ്റിയിരുന്നു. ഇതിന് പിന്നാലെ കേരളത്തിലെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയൊരാളെ പരിഗണിക്കാനാണ് ഹൈക്കമാൻഡ് തീരുമാനം. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്ന് കേരളത്തിലെ പാർട്ടിക്കുള്ളിൽ പൊതു അഭിപ്രായം രൂപപ്പെട്ടിരുന്നു. അതേസമയം ബെന്നി ബെഹനാന്റെ പേരും പരിഗണനയിലുണ്ട്. വെള്ളാപ്പള്ളി നടേശന് വാടകയില്ലാതെ താമസിക്കാൻ മലപ്പുറത്ത് വീട് നൽകാമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി പി അബ്ദുൾ റഹ്മാൻ MLA. മലപ്പുറം ജില്ലയ്ക്കെതിരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. മലപ്പുറം പ്രത്യേക രാജ്യമാണെന്നും ചില പ്രത്യേക ആളുകളുടെ സംസ്ഥാനമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു. ലീഗിനെതിരെ രൂക്ഷ വിമർശനമാണ് വെള്ളാപ്പള്ളി ഉന്നയിച്ചത്. അതിനിടെയാണ് അബ്ദുൾ റഹ്മാൻ MLAയുടെ ഈ പരാമർശം. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 109.78 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 85.87 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 94.26 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.28 US ഡോളർ. ഇനി സ്പോർട്സ്. ജോസ് ബട്ട്ലർ രാജിവെച്ചതിന് പിന്നാലെ പുതിയ നായകനെ പ്രഖ്യാപിച്ച് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ്. ഹാരി ബ്രൂക്കറിനെയാണ് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ നായകനാക്കിയത്. ഏവരും ബെൻ സ്റ്റോക്സ് നായകനായി മടങ്ങിയെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ പ്രതീക്ഷകളെ അവസാനിപ്പിച്ചാണ് യുവതാരത്തിന്റെ നിയമനം. കഴിഞ്ഞ ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ദയനീയ പ്രകടനത്തിന് പിന്നാലെയാണ് ജോസ് ബട്ട്ലർ നായക പദവി രാജിവെച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആണവ കരാറിനായി നേരിട്ട് നിർണായക ചർച്ചകൾക്ക് തയ്യാറെടുത്ത US-ഉം ഇറാനും. ചർച്ച ശനിയാഴ്ച നടക്കുമെന്ന് സൂചന നൽകി ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യ-US ഉഭയകക്ഷി വ്യാപാര കരാർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ചർച്ച ചെയ്യാൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും കൂടിക്കാഴ്ച നടത്തി. US-ന് 34% താരിഫ് ഏർപ്പെടുത്തിയ ചൈനയ്ക്ക് മറുപടിയായി 50% അധിക താരിഫ് ഏർപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തി ഡൊണാൾഡ് ട്രംപ്. US തീരുവകൾക്കെതിരെ അവസാനം വരെ പോരാടുമെന്ന് ചൈനീസ് വാണിജ്യ മന്ത്രാലയം. ആഗോള മാർക്കറ്റിൽ ട്രംപ് ഭീഷണിയെ മറികടന്ന് സ്വർണ്ണവില ഉയരുന്നു. താരിഫ് സംബന്ധിച്ച് US-ലെത്തിയ ട്രംപുമായി ചർച്ച നടത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ട്രംപിന്റെ താരിഫുകൾ ബ്രിട്ടീഷ് വ്യവസായത്തെ തളർത്താൻ വിധിക്കാൻ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി വിപുലമായ നടപടികൾ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫിൽപ്പെട്ട് കോവിഡ് കാലത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞ് ഓസ്ട്രേലിയൻ ഡോളർ. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആന്റണിയെ പരിഗണിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.